നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലീഗ്സ് കപ്പിൽ നിന്ന് പുറത്തായ ഇന്റർ മയാമി ഇന്ന് MLS അതിനിർണായകമായ പോരാട്ടത്തിന് ഇറങ്ങിയാണ്. എന്തെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ 6 മണിക്കാണ് നാഷ്വിൽ FCക്കെതിരെയുള്ള ഇന്റർ മയാമിയുടെ മത്സരം. തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോരാട്ടമാണ്. കാരണം ഇതവണ ആ ഒരു ഷീൽഡ് നേടണം എന്ന് ഇന്റർ മയാമിക്കുണ്ട്. നിലവിലെ അവസ്ഥയിൽ ഇന്റർ മയാമിയും നാഷ്വിലും തമ്മിലാണ് പോരാട്ടം യഥാർത്ഥത്തിൽ നടക്കുന്നത്. നാഷ്വിൽ 18 കളികളിൽ 40 പോയിന്റോടെ ഒന്നാമത് ഈസ്റ്റേൺ കോൺഫറൻസിൽ നിൽക്കുമ്പോൾ ഇന്റർ മയാമി 18 കളികളിൽ നിന്ന് 38 പോയിന്റുമായിട്ടാണ് നിൽക്കുകയാണ്. അപ്പോൾ നാഷ്വിലിനെ തോൽപ്പിച്ചാൽ ഇന്റർ മയാമിക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് അതിനിർണായകമായ ഒരു പോരാട്ടമാണ് വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഒരു ബാറ്റിൽ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടേഴ്സ് ഷീൽഡിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റിലെ നിർണായകമായ കളിക്ക് ഇറങ്ങുകയാണ്. ഇപ്പോഴുള്ള ചോദ്യം, ഇന്റർ മയാമിയുടെ നിരയിൽ മെസ്സി കളിക്കുമ്പോൾ തീർച്ചയായിട്ടും മെസ്സി കളിക്കും. മെസ്സി കഴിഞ്ഞ കളിയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ലീഗ്സ് കപ്പിൽ തന്നെ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ പിന്നെ ഇനി സംശയമില്ല. പക്ഷേ ചില താരങ്ങളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജർമ്മൻ ബ്രേത്രൈം. അദ്ദേഹം ഇപ്പോൾ ടീമിനോടൊപ്പം പ്രാക്ടീസൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ കളി കളിക്കാൻ പറ്റില്ല. കാരണം കൺകഷൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഈ കളിയും കളിക്കാൻ പറ്റില്ല എന്നാണ് വിവരം. അദ്ദേഹം നോർമലി ട്രെയിനിങ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പുറത്തിരിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നോക്കുക, ആ സൈനിങ് ഒരു മാസീവ് ഫെയിലിയർ ആയിട്ട് ഇന്റർ മയാമിക്ക് അനുഭവപ്പെട്ടതാണ്. കാരണം ക്രൂഷ്യൽ ഗെയിമുകൾ, ഇപ്പോൾ കോൺകഗാഫ് ചാമ്പ്യൻസിൽ അദ്ദേഹം പ്രധാന മത്സരങ്ങൾ കളിച്ചില്ല. ലീഗ്സ് കപ്പിൽ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട താരത്തെ കൂടി അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് മിക്കായലിൻ്റെ കാര്യമാണ്. മിക്കായൽ MRI ഒക്കെ എടുത്തു. അദ്ദേഹത്തിൻ്റെ റൈറ്റ് ആംഗിളിന് സ്പ്രെയിൻ ഉണ്ട്. അത് പ്രശ്നമാണ്. കുറച്ച് നാളുകൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും മയാമിയുടെ ഡിഫൻസിനെ ബാധിക്കുന്ന ഒന്നായിരിക്കും. ട്രെയിനിങ്ങിൽ അല്ലൻ്റെ, സിൽവറ്റി, മൈക്കൽ ഇവരല്ലാത്ത ബാക്കി എല്ലാവരും അറ്റൻഡ് ചെയ്തിരുന്നു. ഏതായാലും മെസ്സിയും റോദ്രിഗോ ഡി പോളും കാസോബിറോയും ഒക്കെ അടങ്ങുന്ന ടീം നാഷ്വിലിനെ പരാജയപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ലീഗിൽ ഒന്നാമത് നിൽക്കുന്ന ടീമിനെതിരെയാണ് മെസ്സി മാജിക്ക് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ടീമിന് ഒന്നാം സ്ഥാനം പിടിക്കാനും പറ്റും. എന്താകും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ.